ഗുഡ് വിവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഡിമാർട്ട് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സും കുറച്ച് എന്താ പറയാ കുറച്ച് തലയിലൊക്കെ കെട്ടുന്ന സാധനങ്ങളും ഹെയർ ടൈസും മറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ കുട്ടി വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഡിമാർട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഉള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇച്ചിരി വില കുറവിലാണ് നമുക്ക് പല സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക. അതിൽ ഡ്രസ്സ്, പിന്നെ പലചരക്ക് സാധനങ്ങള്, പിന്നെന്താ പറയാ ചെരുപ്പ്, പാത്രങ്ങള് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. നമുക്ക് എല്ലാ സാധനങ്ങളും അവിടുന്ന് ലഭിക്കും. വളരെ ചെറിയ പൈസക്കാണ് പല സാധനങ്ങളും ലഭിക്കാറുള്ളത്. അപ്പൊ അവിടെ ഞങ്ങള് ഈ ആഴ്ച പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഡ്രസ്സും കുറച്ച് മോൾക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ലേറ്റ് ആക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്രഞ്ചീസ് ആണ്. ഇത് കാണുന്നുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രഞ്ചീസ് ആണ്. എന്ത് രസമാണ് കാണാൻ. നോക്കിയേ, ഇത് ഫിക്സ് ആയിട്ട് ഇതില് ഫിക്സ് ചെയ്തിരിക്കുന്ന മുത്താണ്. അപ്പൊ ഞാനിത് യൂസ് ചെയ്ത് നോക്കി, ഇത് കേടൊന്നും ആകുന്നില്ല, ഇതിന്റെ കളറൊന്നും ഫെയ്ഡ് ആകുന്നില്ല. നല്ല പേള് പോലെ തന്നെയാണ് ഇതിന്റെ ഒരു കളേഴ്സ് ഇരിക്കുന്നത്. പിന്നെ ചെറിയ ബീഡ്സും ഇവരിതില് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ ഞാൻ എടുത്തത് ഒരു ആഷ് ഷെയ്ഡാണ്. ഇതിൽ നിറച്ച് ബീഡ്സ് ഉണ്ട്. ഈ ബീഡ്സ് പക്ഷേ പോവാനാണ് സാധ്യത. പക്ഷെ ഈ ഒരു മുത്ത് നല്ല ക്വാളിറ്റി ഉള്ള മുത്താണ്. ഇതിന്റെ പെയിന്റും മറ്റു കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ടും ഇതിന്റെ പെയിന്റും മറ്റും കാര്യങ്ങളൊന്നും പോകുന്നില്ല. അങ്ങനെ 2 ഷെയ്ഡിലാണ് ഞാൻ ഈ ഒരു ബീഡ്സ് ക്രഞ്ചീസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരുവിധം എല്ലാ ഡ്രസ്സസിന്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള ക്രഞ്ചിയാണ്. അപ്പൊ നല്ല എലാസ്റ്റിക് ടൈപ്പാണ്. പിന്നെ ഇത് നല്ലൊരു നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് മുടിയിലൊന്നും കെട്ടുപിണയോ ഒന്നും ചെയ്യത്തില്ല. ഇതായിരുന്നു എന്റെ ഫസ്റ്റ് പർച്ചേസ്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഇങ്ങനെ ഒരുപാടുള്ള ഈ ഒരു എന്താ പറയാ ബാൻഡ്സ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഡിമാർട്ട് ഹോംസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതില് അവര് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 39 രൂപയാണ്. 39 രൂപയ്ക്കാണ് എനിക്ക് ഇത്രയും ക്രഞ്ചീസ് കിട്ടിയത്. ഇത് അത്ര ലാഭമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇതിലും കുറഞ്ഞ പൈസക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ മൾട്ടി കളർ ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിലിപ്പോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 പീസാണ് ഇതിൽ കാണുന്നത്. 18 പീസുള്ള ഈ ഒരു ഹെയർ ടൈക്ക് 39 രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മൾട്ടി കളേഴ്സ് ആണ്. ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവള് കിട്ടിയ പാടെ തന്നെ ഇത് കൈ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ശരി, ഓക്കെ എന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യൂ. നമ്മുടെ നാട്ടിലും അതുപോലെ ഒക്കെ ഈ ഒരു റേറ്റിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയും. 40 രൂപയ്ക്കാണ് ഇത്രയും ഹെയർ ടൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള നല്ല ഹെയർ ടൈസ് തന്നെയാണ്. ഇനി അടുത്തത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ടൈ ആണ്. ഇതിന് 49 രൂപയുണ്ട്. ഇത് ഒറ്റ പീസാണ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പം ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള അടിപൊളി മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഹെയർ ടൈസ് ആണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് 49 രൂപയാണ് ഇതിന്. അതായത് 50 രൂപ തന്നെയാണ് ഒരെണ്ണത്തിന് വരുന്നത്. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ കളറൊക്കെ ഫെയ്ഡ് ആവുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. മുത്താണ്, വൈറ്റ് മുത്തുകളാണ് ഫുള്ള് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് മുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാല് കറുത്ത മുടിയില് വെള്ള മുത്തുകളൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. 50 രൂപ എന്ന് വെച്ചാല് ഇച്ചിരി ഓവറാണ്. പക്ഷെ ഇതിന്റെ മുത്തൊക്കെ നല്ല ക്വാളിറ്റി, പെയിന്റ് ഒന്നും പോവാത്തൊക്കെ ആണെങ്കിൽ വെർത്തിട്ടാണെന്ന് പറയാം. എന്തായാലും നമുക്ക് നോക്കാം നല്ലതായിരിക്കുമോ എന്നുള്ളത്. അപ്പൊ 50 രൂപയുടെ ഈ ഒരു ക്രഞ്ചി അല്ലെങ്കിൽ ഹെയർ ടൈ ആണ് ഞാൻ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
ഇനി ഞാൻ വാങ്ങിച്ചത് മോൾക്ക് വേണ്ടിയിട്ട് എന്താ ഈ ഒരു ഹെയർ ടൈ ആണ്. ഇത് വന്നിട്ട് 39 രൂപയ്ക്കാണ് 2 പീസ്, അതായത് 40 രൂപയ്ക്ക് 2 പീസ്, അതായത് ഒരെണ്ണത്തിന് 20 രൂപയാണ് വരുന്നത്. അത് ലാഭമാണോ ചോദിച്ചാല് എനിക്കറിയാൻ പാടില്ല. ഇതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എനിക്ക് വലിയ ഐഡിയ പോരാ. ഞാന് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ്, നല്ല ക്യൂട്ട് കളറാണ്. ഹെയർ ടൈ സെയിം ഈ സംഭവം തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ, ഈ സെയിം സാധനം തന്നെയാണ്. അതിന് അവരൊരു ഇങ്ങനെ ഒരു പൂവും കൂടി കൊടുത്തേ ഉള്ളൂ. അപ്പം 2 വില എത്രയാണ് ഇതിന്റെ വില പറഞ്ഞത്? ഞാൻ 40 രൂപയായി. അത് ഒരെണ്ണത്തിന് 20 രൂപയായി. പക്ഷെ ഇത് കുറെ എണ്ണം കിട്ടിയായിരുന്നു. 39 രൂപയ്ക്ക് 32 രൂപയില്ലായിരുന്നു അത് വാങ്ങിച്ചത്. അതെ, 39 രൂപയ്ക്ക് 18 എണ്ണങ്ങളോളം കിട്ടിയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ബോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിലും ബോ എല്ലാം ഉണ്ടാക്കി. ഞാൻ അത് വിചാരിക്കുന്നുണ്ട്, ഇതിൽ വല്ല ബോസും ആഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്യൂട്ട് ആയിരിക്കും. അപ്പൊ ക്ലോത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, കാരണം വെച്ചാല് നമ്മുടെയൊക്കെ ഒരു കാലത്ത് പൈസയൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര വില കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കിങ്ങനെ ഹെയർ ടൈം മറ്റു കാര്യങ്ങളൊന്നും അധികം വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ മോളായപ്പോഴാണ് ഞാൻ വീണ്ടും ഹെയർ ടൈസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ഇനിയിപ്പോ മോൾക്ക് ഓരോന്നോരോന്ന് വാങ്ങിച്ചു വരുമ്പോഴാണ് ഇത് റേറ്റും മറ്റും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പോ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ മോൾക്കും എനിക്കുമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ടൈസും അതുപോലെ തന്നെ എന്താ ക്രഞ്ചീസും ആണ്. ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ബനിയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുള്ള ബനിയൻ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബനിയനാണ്. ഫുൾ ലൈൻസ് ആണ്. ഇതൊരു ക്യാമറയിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡില് വൈറ്റ് ലൈൻസ് ആണ് വരുന്നത്. ഇതിന്റെ ബ്രാൻഡ് ഏതാന്ന് ചോദിച്ചാല് നോഫസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇതിൽ കാണിക്കുന്നത്. ലാർജ് ആണ് സൈസ്. സ്ലീവ്സ് വന്നിട്ട് ഷോർട്ട് ആയിട്ടുള്ള സ്ലീവ്സ് ആണ്. ബനിയൻ ആണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ്. എനിക്ക് മെറ്റീരിയൽ കണ്ടിട്ടാണ്, മെറ്റീരിയലും ഇതിന്റെ കളറുമാണ് എന്നെ വളരെ അട്രാക്ട് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമൽ ബനിയനാണ്. നമുക്ക് വീട്ടിലും ഓഫീസിലേക്കും അത്യാവശ്യം പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു ബനിയൻ. ഇനി ഞാൻ അടുത്ത ബനിയൻ കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ, ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡില് ഇങ്ങനെ ഒരു ബ്ലൂ എന്താ പറയാ, ഒരു പീകോക്ക് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ്. അതിൽ റെഡ് ഡോട്ട്സ് വരുന്നുണ്ട്. ഇതും നോഫസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് വരുന്നത്. സൈസ് വന്നിട്ട് മീഡിയം ആണ്. ഹാൻഡ്സ് വന്നിട്ട് ഷോർട്ട് ഹാൻഡ്സ് ആണ്. ഫുൾ പ്ലെയിൻ ഡിസൈൻ എല്ലാം ബാക്കിലും ഫ്രണ്ടിലും എല്ലാം സെയിം ഡിസൈൻ തന്നെ. റൗണ്ട് നെക്ക് ആണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇട്ടിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വൈറ്റ് എന്ന് വെച്ചാൽ നല്ല അടിക്കുന്ന വൈറ്റ് അല്ല, എന്നാലും ഒരു ഓഫ് വൈറ്റ് കൈൻഡ് ഷെയ്ഡാണ്. നല്ല മെറ്റീരിയൽ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആണ്, ഇടുമ്പോൾ നല്ല സുഖമാണ്. ഒരു പുതപ്പിന്റെ ഒക്കെ പോലത്തെ ഒരു നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ വേറെ എൻ്റെ ഹസ്സിന് വേണ്ടി വാങ്ങിച്ച ഒരു ബനിയൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സിമ്പിൾ ബനിയനാണ്. ഇതിന്റെ ബ്രാൻഡ് ഇത് റോഡീസ് എന്നാണ് തോന്നുന്നു ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. ഇത് എക്സൽ ആണ് സൈസ് പല ബ്രാൻഡിനും പല സൈസാണ് എൻ്റെ ഹസ്ബൻഡിന് വരുന്നത്. അപ്പോ ഇതാണ് ആ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ബനിയൻ. അപ്പൊ ഇതിന്റെ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയി തോന്നിയത് ഇതിന്റെ കൈയാണ്. ഇതിന്റെ കയ്യിൽ മാത്രമേ പാറ്റേൺ വരുന്നുള്ളൂ. 2 സൈഡും കയ്യിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ വരുന്നുണ്ട്. 2 കൈന്റെയും വരുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നുണ്ട്. എന്നാൽ വേറെ കംപ്ലീറ്റ്ലി ബനിയൻ വന്നിട്ട് പ്ലെയിൻ ആണ്. ബാക്ക് സൈഡും പ്ലെയിൻ ആണ്, ഫ്രണ്ട് സൈഡും പ്ലെയിൻ ആണ്. ഹാൻഡ്സിൽ മാത്രമാണ് വർക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ എക്സ്പ്ലോറർ റോഡീസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ വേറെ വർക്കും കാര്യങ്ങളും ഒന്നും എവിടെയും ഇല്ല. അപ്പോ ഇതാണ് അടുത്ത ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ബനിയൻ. ഇനി വേറൊരു ബനിയൻ വരുന്നത് ഇതാണ്.
ഇത് വന്നിട്ട് നോർമൽ ഒരു സിമ്പിൾ ആഷ് കളർ ഷെയ്ഡിലുള്ള ഒരു ബനിയനാണ്. സൺഷൈൻ നടുക്ക് എഴുതിയിട്ടുണ്ട്. നല്ല പ്രിന്റ് ആണ്, കളർ ഒന്നും പോകത്തില്ല. ഇത് നോഫേഴ്സിന്റെ തന്നെയാണ്, ലാർജ് ആണ് സൈസ് വരുന്നത്. ഷോർട്ട് ഹാൻഡ്സ് ആണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വാങ്ങിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, ഇതെന്റെ ഹസ്ബൻഡിന്റെ സെലക്ഷൻ ആണ്. മൂപ്പർക്ക് ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഓക്കെ, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള, അതായത് ബോയ്സ് സ്ഥിരമായിട്ട് ഇടുന്ന കളേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ഇടിയിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോയ്സ് കൂടുതൽ ഇടുന്നത് ബ്ലൂവിന്റെ പല പല ഷെയ്ഡുകളായിരിക്കും. ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ, സ്കൈ ബ്ലൂ, അങ്ങനെ പല പല ബ്ലൂവിന്റെ ഷെയ്ഡുകളും ബ്ലാക്കിന്റെ പല പല ഷെയ്ഡുകളും പിന്നെ വൈറ്റിന്റെ പല പല ഷെയ്ഡുകളുമാണ് മിക്ക ബോയ്സും യൂസ് ചെയ്യുന്ന നോർമൽ കളേഴ്സ്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ട്രൈ ചെയ്യിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്, അതുപോലെ ഈ വൈറ്റ് എനിക്ക് പക്ഷെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഇതിൽ നല്ലൊരു പാറ്റേൺ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതും ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിൽ എന്റെ ഹസ്ബൻഡിന് വേറെ ബനിയൻസ് ഒന്നും ഇല്ല, ബനിയനും ഷർട്ടും ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷർട്ട് പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് രണ്ടും ഞാൻ ലാവൻഡർ ആണ് എടുത്തുകൊണ്ട് വന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, എനിവേ മൂപ്പർക്ക് വേറെ ലാവൻഡർ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് രണ്ടെണ്ണം ഇരിക്കട്ടെ, രണ്ട് പാറ്റേൺ ആണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഏത് കളേഴ്സ് ആണ് ട്രൈ ഓൺ ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ അവർ ഇടുന്നത് ഏതൊക്കെ കളേഴ്സ് ആണെന്ന് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. എന്റെ ഹസ്ബൻഡ് പിന്നെ ഏത് കളർ കൊടുത്താലും ഇടാനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ചിലവരാണെങ്കിൽ ഇടില്ല, ചിലവർ പറയുമ്പോ ഇങ്ങനെ യെല്ലോ കളർ ഒന്നും ഇടില്ല എന്ന് പറയും, അല്ലെങ്കിൽ പിങ്കിഷ് കളർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടില്ല എന്ന് പറയും. ചിലവർ പറയും അത് പിന്നെ പിങ്ക് ഒന്നും ഞാൻ ഇട്ട് പോവില്ല, അതൊക്കെ ലേഡീസിന്റെ കളറാന്ന് പറയും. പക്ഷെ എന്റെ ഹസ്ബൻഡിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് കളറിൽ എന്ത് വാങ്ങിച്ചു കൊടുത്താലും മൂപ്പർ ഇട്ടോളും. മൂപ്പർക്കൊന്ന് ഇഷ്ടപ്പെടണം, കംഫർട്ട് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇടാനുള്ള കംഫർട്ട് ഉണ്ടെങ്കിൽ മൂപ്പർ ഏത് വാങ്ങിച്ചു കൊടുത്താലും ഇട്ടോളും. കളറൊന്നും മൂപ്പർക്ക് ഒരു പ്രശ്നമല്ല, പിങ്ക് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒന്നും പ്രശ്നമല്ല. പിന്നെ അടിക്കുന്ന കളറിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല. ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, നല്ല അടിച്ചു നിൽക്കുന്ന കളറിനോട് എനിക്കും പൊതുവേ താല്പര്യമില്ല, മൂപ്പർക്കും പൊതുവേ താല്പര്യമില്ല. പിന്നെ ഓഫീസ് വെയറിനൊന്നും അങ്ങനെ അടിക്കുന്ന കളർ നമുക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് പൊതുവേ ഞാൻ അങ്ങനത്തെ കളേഴ്സ് എടുക്കാറില്ല. അതുകൊണ്ട് മൂപ്പരും ഞങ്ങൾ രണ്ടുപേരും ഒരേ സൈഡ് ആയതുകൊണ്ട് പിന്നെ ഏത് കളറായാലും ലൈറ്റ് ഷെയ്ഡ് ആണ് എടുക്കൂന്ന് അറിയാം. ഏത് കളറായാലും കുഴപ്പമില്ല. മൂപ്പർക്ക് ഇടുമ്പോൾ ഉള്ള കംഫർട്ട് ഓക്കെ ആണെങ്കിൽ മൂപ്പർ ഏത് കളറും ഇടാൻ ഓക്കെയാണ്. സോ അങ്ങനെ ഞാൻ ഈ ഒരു 4 ബനിയൻസും ഈ ഒരു കുറെ ക്രഞ്ചീസുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ കുറെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് തീറ്റ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഇത് വാങ്ങിച്ചതിന് ശേഷം 4th ഡേ ആണ്. അപ്പോ അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ പകുതിയും തീർന്നു പോയി, പിന്നെയൊക്കെ പാക്കറ്റ് പൊട്ടിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അതെല്ലാം എടുത്ത് കാണിച്ച് ചടങ്ങാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. ഇനി മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ ഡിമാർട്ടിൽ പോയി അപ്പൊ തന്നെ വന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി സാധനങ്ങൾ അപ്പൊ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ ഡിമാർട്ടിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ല മാതിരി ഓഫേഴ്സ് ഉണ്ട്. നിങ്ങളിപ്പം മെയിൻലി ഇപ്പോ എന്താ പറയാ പാക്കഡ് ഐറ്റംസ്, അതായത് ഇപ്പൊ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മള് സോപ്പ്, ചീപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ, അതായത് MRP പ്രിന്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ മിനിമം ഒരു 8 രൂപ 9 രൂപയെങ്കിലും എല്ലാ പ്രൊഡക്റ്റിനും ഡിസ്കൗണ്ട് ഓൾറെഡി ഉണ്ട്. അതില് അല്ലാതെ വേറെ ഡിസ്കൗണ്ട് അവിടെ ഉണ്ടാവും. അതല്ലാതെ തന്നെ ഓൾറെഡി ഒരു 8 രൂപ 5 രൂപയൊക്കെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. നമ്മൾ സ്പ്രേ ഒക്കെ 200 രൂപയുടെ സ്പ്രേ ഒക്കെ ആണെങ്കിൽ 190 രൂപ 185 രൂപയൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും എല്ലാ ബ്രാൻഡിനും കോമൺ ആയിട്ടുള്ള ഓഫറാണത്. അപ്പൊ അങ്ങനെ പല സാധനങ്ങൾക്കും ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിമാർട്ടിൽ ഇതുവരെ പോവാത്ത ബാംഗ്ലൂർ മലയാളീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഓൺ ചെയ്യാവുന്നതാണ്. ഡിമാർട്ട് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. കേരളത്തിൽ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അപ്പോ ഡിമാർട്ട് കേരളത്തിൽ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അത് ഏത് ജില്ലയിലാണുള്ളതെന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത് പലവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഡിമാർട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ അതിന്റെ ഇൻസൈഡ് വ്യൂ കാണിച്ചു തരാൻ ശ്രമിക്കാം. അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ ബൈ.